ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയരായ പ്രിയപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ സ്നേഹമുള്ള ദൈവജനമേ, എല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമാ ഇടവകയുടെ 51ാമത് ഇടവ ദിനത്തോടനുബന്ധിച്ച് ചേർന്ന് വരുവാൻ നമ്മെ എല്ലാവരെയും സഹായിച്ച ദൈവകൃപയെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ ഇടവക ദിനം അരനൂറ്റാണ്ടിന് ശേഷമുള്ള ഒരു പുതിയ കാലഘട്ടത്തിലേക്കുള്ള കാൽവയ്പിൻ്റെ ആദ്യ വർഷത്തെ ഇടവക ദിനം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ആദ്യത്തെ 50 വർഷം ഈ ദേശത്ത് ഈ ഇടവകയെന്നല്ല, നമ്മളുടെ ഈ ഭദ്രാസനത്തിലുള്ള ആദ്യം സ്ഥാപിതമായ ഇടവകളിൽ പെടുന്നതായ ഒരു ഇടവക. ഈ ദേശത്തുള്ള നമ്മുടെ ഇടവകയുടെ രൂപീകരണം അത് സാധ്യമാക്കി തീർന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇന്നും നമ്മൾ അതിനെപ്പറ്റി സ്മരിക്കുകയുണ്ടായി. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകിയ സഭാ മേലധ്യക്ഷന്മാർ, പട്ടക്കാർ, അൽമായ നേതൃത്വം, ഇങ്ങനെയുള്ള അനേകരുടെ വലിയ അനുഗ്രഹീതമായിട്ടുള്ള സംഭാവനകളാണ് ഒരു ഭദ്രാസനം എന്നുള്ള നിലയിൽ ഇടവകളായിട്ടും മിഷൻ പ്രവർത്തനങ്ങളിലും ഏറ്റവും ശക്തമായുള്ള രീതിയിൽ മുന്നേറുന്നതിന് നമ്മെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ. ഈ ഇടവയുടെ രൂപീകരണത്തിലും അപ്രകാരം മുൻപിൽ നിന്ന് ത്യാഗം സഹിച്ച് ഇടവകയെ രൂപീകരിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഓരോ ഇടവക ദിനവും ഇതെപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്നത് അത് അവരോടുള്ളതായ നമ്മുടെ ആദരവ് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മളായിരിക്കുന്ന അനുഭവത്തിൽ ഇന്ന് പ്രിയപ്പെട്ട ജിജോ ഓർപ്പിച്ചതുപോലെ നമ്മുടെ തലമുറകളിലേക്കുള്ള നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് അവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു വലിയ ദൗത്യം നമുക്കുണ്ട്. Pass it on to the next generation. The faith, the gifts that we have received in this generation. അതാകുന്നു നമ്മുടെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചൊക്കെയും ഏറ്റവും കരണീയമായിട്ടുള്ള അനുഭവം. സഭയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, ഒരു ആത്മീയ വരവും അത് സ്വന്തമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയല്ല, പിന്നെയോ പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ പൊതുപ്രയോജനത്തിനായിട്ടാകുന്നു ദൈവം നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ആത്മീയ വരങ്ങളെയും അനുഗ്രഹങ്ങളെയും നൽകിയിരിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം തന്നിരിക്കുന്ന ഒരിടം, പ്രവർത്തന ബന്ധാവ്, നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക കാലഘട്ടം, അതിലൊക്കെയും നാം ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തരുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഞാൻ പലപ്പോഴും ഓർക്കുന്നതായ ഒരു വാക്യമാണ്. അത് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: The 1 Corinthians chapter 15 verse 58. Therefore, my dear brothers, sisters are also included in this. Stand firm, let nothing move you. Always give yourselves fully to the work of the Lord, because you know that your labor in the Lord is not in vain. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ നിരന്തരം വർദ്ധിച്ചു വരുന്നവരുമായിരിക്കും. നമുക്ക് 50 വർഷമൊക്കെ പ്രവർത്തിച്ചു, ഈ ഇടവകയായിട്ട് നിലനിന്നു. ഒരുപാട് നമുക്ക്
പ്രവർത്തിപ്പാനായിട്ട് ദൈവം അവസരം നൽകി. നല്ലൊരു മുരടിപ്പ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് പങ്കിടുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ വേല, വർക്ക് ഓഫ് ദ ലോർഡ്, ഓൾവേസ് ഗീവ് യുവർസെൽവ്സ് ഫുള്ളി ടു ദ വർക്ക് ഓഫ് ദ ലോർഡ്. കർത്താവിൽ എല്ലായ്പ്പോഴും നമ്മുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മള് because you know that your labor in the Lord is not in vain. കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊന്നും വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ഇടവക ജീവിതം, സഭാജീവിതം, ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ നിലയിൽ നമ്മളായിരിക്കുന്നതിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. നമ്മെ ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവം എത്രമാത്രം അനുഗ്രഹത്തോടുകൂടെ നമ്മെ നയിച്ചു നടത്തി എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ആ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ, ഗൈഡൻസ് ആൻഡ് ഡിവൈൻ പ്രൊവിഡൻസ് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ഇൻ അവർ ലൈഫ്, അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. നമ്മുടെ ജനനം മുതൽ ഈ സമയം വരെയും, പ്രത്യേകിച്ചും ഇവിടെ കേരളത്തിൽ ജനിച്ചു വളർന്നതായിട്ടുള്ള ഒരു തലമുറ ഈ ദേശത്ത് വന്നിട്ട് എന്തെല്ലാം സ്ട്രഗിൾസിലൂടെ കടന്നുപോയി. അപ്പോൾ അവിടെയെല്ലാം ദൈവം അവിടുത്തെ ദിവ്യ വിചാരണയിൽ നമ്മെ നടത്തി പരിപാലിച്ചു. ഇന്ന് ഇവിടെ ഓർമ്മിക്കേണ്ടതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ടതായ ഒരു ചെറിയ സഭയാണ്. ഞാൻ ഒരു ബിഷപ്പാകുന്നതിന് മുൻപേ കേരളത്തിൽ മാത്രം ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരാളാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ശ്രീഹോറ ആശ്രമത്തിൽ 30 വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ചു. ആശ്രമത്തിലായിരുന്ന സമയത്ത് ഞാൻ എങ്ങും വിദേശയാത്ര നടത്തിയിരുന്നില്ല. പറയാറുണ്ട്, ഞാൻ ഒരു ബിഷപ്പായതുകൊണ്ട് മാത്രമാണ് വിദേശയാത്ര നടത്തുന്നത്. കാരണം അത് അവിടെയുള്ള ശുശ്രൂഷകളിൽ അവിടെ മാത്രം കേന്ദ്രീകരിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം തന്ന സാഹചര്യത്തിലും ശുശ്രൂഷ മേഖലയിലുമൊക്കെയും പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഈ ഒരു നിയോഗം എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം വിവിധ ഇടങ്ങളിൽ സഞ്ചരിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും ഒക്കെ ഇടയായി. മുൻപ് ഞാൻ വിശ്വാസത്താൽ മാത്രം കണ്ടിരുന്നതായ പല കാര്യങ്ങളും നേരിട്ടത് സത്യമാണ് എന്നുള്ളത് നേരിട്ട് കാണുന്നതിനുള്ള അവസരമുണ്ടായി. ഇത്രയും നാള് ട്രിനിറ്റി ഹ്യൂസ്റ്റൺ മാർത്തോപ്പള്ളി എന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ കണ്ടിരുന്നു അങ്ങനെ ഒരു പള്ളിയുണ്ട് അവിടെ എന്നുള്ളത്. എന്നാൽ ആ വിശ്വാസത്തോടുകൂടെ കണ്ടിരുന്നത് ഇന്ന് കാഴ്ചയിലൂടെ മനസ്സിലാകുന്നതിന് ഇടയായിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നല്ല ആരാധനാ സമൂഹം ഈ ദേശത്ത് നിലനിന്ന് പ്രവർത്തിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഓരോ ഇടവുകളും ശുശ്രൂഷയും നമ്മുടെ വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള സമൂഹമായി നമ്മൾ ഇന്ന് എത്രത്തോളം വളരുവാനൊക്കെ ദൈവം ഇടയാക്കി തീർന്നു. സഭയുടെ ആകമാനമുള്ള ശുശ്രൂഷകളിൽ ദൗത്യ രംഗത്ത് നമ്മുടെ ഇടവക, പ്രത്യേകിച്ചും നോർത്ത് അമേരിക്കയുടെ വിവിധ ഇടവുകൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നല്ല ഒരു പാർട്ടിസിപ്പേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ്, ഇൻവോൾവ്മെന്റ് ഇതൊക്കെ നിറവേറ്റുന്നതിന് ഇടവകയായിട്ട് നമുക്ക്, പ്രത്യേകിച്ചും ഈ ഭദ്രാസനത്തിലെ വിവിധ ഇടവകളിലെ ഒക്കെ ദൈവം തമ്പുരാനെ സഹായിച്ചു. നമുക്ക് ഒന്നുമില്ലാതിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമുക്ക് ഇത്രത്തോളം സ്ഥല സൗകര്യങ്ങളും ആരാധിക്കുന്നതിനുള്ള വലിയ ദേവാലയങ്ങളും നമുക്കൊക്കെ ദൈവം ദാനം ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ നമ്മൾ ഇത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ ഒരു വലിയ അനുഭവത്തിൽ ഒരു പുതിയ സമയത്തേക്ക്, പുതിയ ഒരു ജീവിതത്തിന്റെ വഴിത്തിരിവിലേക്ക് ഇടവകയായിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ആദ്യകാല പ്രവർത്തകർ, ആദ്യകാലം ഇവിടെ ഇടവകയുടെ രൂപീകരണത്തിൽ ഉണ്ടായിരുന്നവർ പലരും ഇന്ന് പ്രായത്തിലും ക്ഷീണതയിലും ഒരുപക്ഷെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടവരായിട്ടും ഉണ്ട്. അവരെയൊക്കെയും ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അവരിലൂടെയൊക്കെ തുടങ്ങി വെച്ചതായിട്ടുള്ള ഈ കർത്താവിന്റെ വേല എല്ലായ്പ്പോഴും നിറവേറ്റുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട്
ഒരിക്കൽ ഇത് ആരംഭം കുറിച്ച് 50 വർഷങ്ങൾ പിന്നിട്ട് അവിടെ അവസാനിപ്പിക്കേണ്ട ഒരു ശുശ്രൂഷയല്ല. ദൈവം നമ്മെ വിളിച്ചതായിട്ടുള്ള വലിയ ശുശ്രൂഷ നമുക്ക് നിരന്തരം നടത്തിക്കൊണ്ട് പോകേണ്ടത്, അനുസ്യൂതം അതിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഇടവക ദിനത്തിൽ ഒന്ന് സംബന്ധിപ്പാനായിട്ട് ഇടയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ജൂൺ മാസം 26-ാം തീയതി ഈ ഭദ്രാസനത്തിന്റെ 35ാമത് ഫാമിലി കോൺഫറൻസിനോടനുബന്ധിച്ച് എന്നെ ഇവിടെ ക്ഷണിച്ചു. പൗലോസ് തിരുമേനിയുടെ ഹൃദയമായിട്ടുള്ള ക്ഷണം, ഭദ്രാസനത്തിന്റെ ക്ഷണം അപ്രകാരം എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു സന്ദർശനം നടത്തുന്നതിന്, ഇത്രയും ദിവസങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നതിനൊക്കെയും ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിനങ്ങളിലൂടെയൊക്കെ വിവിധ ഇടങ്ങളിൽ പോകുന്നതിനും അനേകരെ കാണുന്നതിനുമൊക്കെ എനിക്ക് അവസരമുണ്ടാക്കി. അതിന് കാരണക്കാരായ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നത്തെ ഇടവ ദിനത്തിന്റെ ശുശ്രൂഷകളിൽ, പരിപാടികളിൽ സംബന്ധിപ്പാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. സഭയായി എന്നെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് അടൂർ ഭദ്രാസനത്തിന്റെ ചുമതലയാണ്. അടൂർ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ഞാൻ ഒരു ആശ്രമ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. ആശ്രമ ജീവിതമാണ് എന്നെ ഈ രീതിയിൽ രൂപപ്പെടുത്തിയതും ഈ ഒരു ശുശ്രൂഷയിലേക്ക് അഭിനന്ദ ഈശോമാധിപത്യോസ് തിരുമേനി ആശ്രമ ജീവിതത്തിലൂടെ ഈ ഒരു എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയിലേക്ക് സഭ തിരഞ്ഞെടുത്തതായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനിക്ക് മുമ്പായിട്ടുള്ള ഒരു സഭയുടെ എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയിലേക്ക് വന്ന ഈശോ തിരുമേനിയുടെ ആ ഒരു വലിയ ലെഗസി, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അത് കാത്തു സൂക്ഷിക്കണം എന്നുള്ളതായ വലിയ ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വ്യാപൃതമായിട്ട് അങ്ങനെയുള്ള ശുശ്രൂഷകൾ മുന്നോട്ട് ചെയ്യുവാനായിട്ടൊക്കെയും ആഗ്രഹിക്കുന്നു. ഞാൻ ആശ്രമ അംഗമായിട്ട് 30 വർഷം പ്രവർത്തിച്ചു, അവിടെ താമസിച്ചു പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് ഞാനിവിടെ ഒരു നോൺ റെസിഡന്റ് മെമ്പർ ഓഫ് ദി ആശ്രമത്തിൽ താമസിക്കാതെ തന്നെ ആശ്രമത്തിന്റെ അംഗമായിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഒരു ജീവിതം തുടരുവാനായിട്ട് ഉള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ്. അതായത് അവിടുത്തെ മിഷനിൽ ഞാൻ ഇന്നും പങ്കാളിയാണ്. അവിടെ പോയി സന്ദർശിക്കുകയും ഞാൻ 30 വർഷം ജീവിച്ച് പ്രവർത്തിച്ചതായിട്ടുള്ള ആ ഒരു സ്ഥലത്ത്, അവിടെ നോർത്ത് ഇന്ത്യൻ മിഷനിൽ തുടർന്നും ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം മുന്നോട്ട് പ്രവർത്തിക്കുവാനായിട്ടൊക്കെയും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഭദ്രാസനത്തിലൂടെ, സഭയിലൂടെ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ വേറൊരു ദൗത്യ മേഖലയിലേക്ക്, ഒരു നേതൃത്വ നിലയിലേക്ക് എനിക്ക് എൻ്റെ യോഗ്യതകൾ നോക്കിയല്ല, പിന്നെയോ ദൈവം വിശ്വസ്തനായി എന്നെ കണ്ടെത്തി വിളിച്ച് ഈ ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു ശുശ്രൂഷയിൽ മുന്നേറുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ സമയത്ത് ഓർപ്പിക്കുന്നു.